വയ്ക്കുന്നത് വിവിധ ജില്ലകളുടെ സാഹചര്യം കൂടി നമുക്ക് പരിശോധിക്കാം. ഞങ്ങൾ പ്രതിനിധികൾ ചേരുകയാണ്. ആദ്യം തൃശ്ശൂരിലേക്ക് പോയാൽ നിഖിൽ ശക്തൻ മാർക്കറ്റിലാണ് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. അവിടെ ഉഷ്ണതരംഗ മുന്നറിയിപ്പുണ്ട്, കൊടും ചൂടാണ്. അതൊക്കെ അതിജീവിച്ചുകൊണ്ട് അവിടുത്തെ തൊഴിലാളികൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ഈ പറയുന്ന നിർദ്ദേശം 11 മുതൽ 3 വരെ തൊഴിലെടുപ്പിക്കരുത് തുടങ്ങിയ നിർദ്ദേശങ്ങളൊക്കെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതൊക്കെ പ്രാവർത്തികമാകുന്ന നില തൃശ്ശൂരിലുണ്ടോ? എന്താണ് അവിടുത്തെ ഏറ്റവും പുതിയ സാഹചര്യം നിഖിൽ? അനൂപ്, തൃശ്ശൂരിൽ ഉഷ്ണതരംഗത്തിൻ്റെതായ പ്രത്യാഘാതങ്ങളെല്ലാം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ നിൽക്കുമ്പോൾ തന്നെ അറിയാം ചൂടിൻ്റെ കാഠിന്യം അത്രയേറെയാണ്. ശക്തൻ പച്ചക്കറി മാർക്കറ്റിൽ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഭാഗത്ത് കാണാം, എല്ലാം തന്നെ പ്രത്യേക ഷീറ്റിട്ട് മറിച്ച് ആളുകൾ ഈ ചൂടിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നമുക്ക് കാണാം. പ്രത്യേകിച്ച് പച്ചക്കറി മാർക്കറ്റിലേക്ക് വരുന്ന ആളുകളായാലും ഈ തണൽ വലിയ ഒരു അനുഗ്രഹമാണ്. എന്താ ചൂട് ഈ തണലുള്ളതുകൊണ്ട് ഈ ഭാഗത്ത് വലിയ പ്രശ്നമില്ല. പൊതുവേ ഈ കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ചൂട് കൂടുതലാണ്. വ്യാപാരികൾ പറയുന്നത് അങ്ങനെയാണ്, ചൂട് കൂടുതലാണ് എന്നുള്ളതാണ്. ഒപ്പം ഈ ശക്തൻ മാർക്കറ്റിലോട് ചേർന്ന് ചില ഓട്ടോറിക്ഷ ഡ്രൈവർമാരും ഉണ്ട്. ഓട്ടോറിക്ഷ ഏത് സമയത്തൊക്കെ നിങ്ങൾ ഓടിക്കുന്നത്? ഞങ്ങൾ ഒരു മണി തൊട്ട് 3 മണി വരെ ഓടിക്കാറില്ല. അത്രയധികം ടയേർഡാണ്. പിന്നെ വെള്ളം കുടിച്ച് ഒരു പരിധി വരെ നമ്മളതിനെ നിയന്ത്രിക്കുന്നതാണ്. പിന്നെ ഫ്രൂട്ട്സ് സാധനങ്ങളൊക്കെ കഴിക്കുന്ന ആഗ്രഹമുണ്ട്. സാമ്പത്തിക ഇതുകൊണ്ട് അത് ചെയ്യാറില്ല. പിന്നെ ചെറുപ്പത്തിൻ്റെ ഇതുകൊണ്ടാണ് മാത്രം ഓടിക്കുന്നതാണ്. ഈ സമയത്ത് ഓട്ടം ഉണ്ടോ? ആളുകൾ കയറുന്നുണ്ടോ? ആളുകൾ കയറും, വളരെ കുറവാണ്. എന്നുവെച്ചാൽ ചൂട് കാരണം ആളുകൾ പരമാവധി കയറാൻ ശ്രമിക്കുന്നില്ല. ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറുടെ പ്രതികരണമാണിത്. ഇവിടെ ഇപ്പോൾ